അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം റിയാദുസ് സ്വാലിഹീനിലെ ഇൻഷാ അള്ളാഹ് ബാബു സിദ്ഖ് നാലാമത്തെ അധ്യായം സത്യസന്ധതയെക്കുറിച്ച് സിദ്ഖിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഖാല അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാകുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ രഹസ്യ ജീവിതവും നിങ്ങളുടെ പരസ്യ ജീവിതവും നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെയാക്കുക. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സമൂഹവുമായി ഇടപെടുമ്പോൾ, നിങ്ങൾ മറ്റവരുമായി ഇടപെടുമ്പോൾ തഖ്വയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇടപെടുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ സിദ്ഖ് അഥവാ സത്യം പറയുന്നവരായിരിക്കും. അപ്പോൾ കളവ് പറയുന്നവരുമായി നിങ്ങൾക്ക് കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തഖ്വയിൽ മോശം വന്നിട്ടുണ്ട്. നിങ്ങൾ സത്യം പറയുന്നവരുമായി മാത്രം കൂട്ടുകെട്ടുക എങ്കിൽ നിങ്ങൾക്ക് തഖ്വ വർദ്ധിക്കും. വഖാല തആല വസ്സാദിഖീന വസ്സാദിഖാത്ത്. സ്വാദിഖീന എന്ന് പറഞ്ഞാൽ അത് അറബി ഗ്രാമർ പ്രകാരം ആണുങ്ങളാണ്, വസ്സാദിഖാത്ത് സ്ത്രീകളാണ്. ഇത് നീണ്ട ഒരു വലിയ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ പല ഗുണങ്ങളും പറയുന്നിടത്ത് പറഞ്ഞതാണ് സത്യം പറയുന്ന ആണുങ്ങളും സത്യം മാത്രം പറയുന്ന പെണ്ണുങ്ങളും. അപ്പോൾ പെണ്ണുങ്ങൾക്കും ഇത് ബാധകമാണ് എന്നർത്ഥം. അവസാനം ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത് അത്തരക്കാർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം പരലോകത്ത് ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ താൽക്കാലികമാണ് ആ പ്രയാസം. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ദുനിയാവിൽ തന്നെ നമുക്കതിൻ്റെ ഫലം കാണുക തന്നെ ചെയ്യും, സത്യത്തിൻ്റെ ഗുണം. അതല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും മഗ്ഫിറത്തൻ വ അജ്റൻ അളീമ, വലിയ പ്രതിഫലം, അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൊറുത്ത് കിട്ടുക, പാപങ്ങളൊക്കെ പൊറുക്കുക എന്ന സംഭവം കൂടി ഉണ്ടാകും. വഖാല തആല ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. കപടവിശ്വാസികൾ മുനാഫിഖുകളെക്കുറിച്ച് പറഞ്ഞതാണ്, അവർ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ, സത്യം മാത്രം അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാകുമായിരുന്നു. മുനാഫിഖുകൾ എന്താ ചെയ്യുക? മുസ്ലിങ്ങളെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൂടെയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ കൂടെ അവർ സംസാരിക്കും, നല്ല സംസാരമായിരിക്കും. അതേസമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, അതല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെയാണ്. അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അപ്പോൾ മുനാഫിഖുകളുടെ ഒരു ലക്ഷണമാണ് എന്ത്? സത്യം പറയാതെ കളവ് പറയുക എന്നുള്ളത് മുനാഫിഖുകളുടെ ലക്ഷണമാണ്. ഇനി ഹദീസിലേക്ക് കിടക്കുകയാണ്. വഅമ്മൽ അഹാദീസു, നമ്മൾ 54-ാമത്തെ ഹദീസാണ്. ഫൽ അവ്വലു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഇബ്നു മസ്ഊദ് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം സിദ്ഖിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ ഹദീസാണിത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ വ ഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇന്ന സിദ്ഖ, സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നുള്ളത്. യഹ്ദി, അത് നയിക്കും. എവിടേക്ക്? ഇലൽ ബിർരി, ബിർ എന്ന് പറഞ്ഞാൽ നന്മ, അതല്ലെങ്കിൽ പുണ്യം, നന്മയിലേക്ക് നയിക്കും. അപ്പോൾ ഒരാൾ നല്ല മനുഷ്യനാണ്, ഒരാൾ നന്മ ചെയ്യുന്നവനാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം അയാൾ എപ്പോഴും സത്യം പറയുന്നവനാണ്. സത്യം പറയുന്നവനെയാണ് സമൂഹം എപ്പോഴും വിശ്വസിക്കുക, നല്ലവനാണ് എന്ന് പറയുക. വ ഇന്നൽ ബിർറ, പുണ്യം ചെയ്യുന്നവനോ അത് യഹ്ദി ഇലൽ ജന്ന,
സ്വർഗത്തിലേക്ക് അവനെ നയിക്കും. നന്മ ചെയ്യുക എന്നുള്ളത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ പറയുകയാണ് വഇന്ന റജുല, ഒരു മനുഷ്യൻ ലയസ്ദുഖു, അദ്ദേഹം സത്യം മാത്രം പറയുകയുള്ളൂ. ലയസ്ദുഖു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി അദ്ദേഹം കളവ് പറയുക തന്നെ ഇല്ല. രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഒരു കളവ് പോലും അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ടാവുകയില്ല. സത്യം മാത്രം ആവർത്തിച്ച് പറയുകയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സിദ്ദീഖ് എന്ന ഒരു നിക്നെയിം, സിദ്ദീഖ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്തുണ്ടാകുക, ടൈറ്റിൽ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ വ്യക്തികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഒരു ടൈറ്റിൽ ഉണ്ടാകും. സത്യം മാത്രം പറയുന്നവൻ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ പെടും. മാത്രമല്ല, സിദ്ദീഖ് എന്നുള്ളത് അതൊരു വലിയ പദവിയും കൂടിയാണ്. അപ്പോൾ ആ പദവി ലഭിക്കും. നിങ്ങൾ എന്ത് വേണം? എപ്പോഴും സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഒന്നൽ കെദിബ, കള്ളം പറയുകയാണെങ്കിൽ, കളവ് എന്നുള്ളത് യഹ്ദി ഇലൽ ഫുജൂർ, നേരത്തെ പറഞ്ഞ നന്മയുടെ നേരെ ഓപ്പോസിറ്റ് തിന്മയിലേക്കാണ് നയിക്കുക. ഫുജൂർ തിന്മയിലേക്കാണ് നയിക്കുക. വഇന്നൽ ഫുജൂറ, ഈ തിന്മയാണെങ്കിലോ യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്കാണ് നയിക്കുന്നത്. വഇന്ന റജുല, ഒരു മനുഷ്യൻ ലയക്ദിബു, അദ്ദേഹം കളവ് പറയും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ. എന്ന് പറഞ്ഞാൽ കളവ് നിരന്തരമായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും? കൂടുതൽ കളവ് പറയുന്നവനാണ് എന്നതായിരിക്കും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്.